ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ അത്താഴത്തിന് എണീറ്റിക്കാണ്. ഞങ്ങൾ ഏകദേശം 2:45 എണീറ്റ് എന്നത്തെയും പോലെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വന്ന് ഇവരൊക്കെ പോയി വരാം. ഏകദേശം പോയി വാങ്ങി വരുമ്പോഴത്തേനും ശരിക്കും ഒരു 3:45 ആ ഒരു സമയമാവും. ഇപ്പോൾ സമയം 4:12 ആയിക്കണു. അപ്പം ഇനി എന്തായാലും സലാമിയാസിന് നോമ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഫുള്ളും അങ്ങോട്ട് എത്തിച്ചു അല്ലേ. ഇന്നലത്തെ നോമ്പ് ഫുള്ളും ഒന്നങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കൂളിൽ ഫ്രണ്ട്സൊക്കെ നോമ്പ് എടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എടുക്കണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വൈകുച്ചാൽ നിങ്ങൾ എടുത്തോളേയും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എടുത്തിട്ട് സ്കൂളിലേക്കൊന്ന് പറഞ്ഞയച്ച് നോക്കാം എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഇനി അവർക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ എടുത്തോട്ടെ. പക്ഷെ നമുക്കാണ് ഒരു പേടി. കാരണം യൂണിഫോം ഇട്ടിട്ടും വെയില്, ഷൂ, സോക്സ്, ഓട്ടം, പന്തയം പറഞ്ഞിട്ട് ഒരുപാട് സംഭവം ഉണ്ടാവും സ്കൂളില്. നമുക്ക് വീട്ടിലിരിക്കണോണ്ട് വല്ലാണ്ട് അറിയില്ല. പക്ഷെ പുറത്ത് ആ വെയിലത്ത് ഇതാവുമ്പോഴാണിത്. എന്തായാലും വേക്കുച്ചെന്ന് എടുത്തോട്ടെ കണ്ടിട്ട് ഞങ്ങൾ വിട്ടു. അപ്പൊ ഞാൻ എന്തായാലും ചോറൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. உங்களுக்கு பிடி பீரியடு நாளைக்கு வைக்கவே மாட்டாங்க. ரெண்டு நாள் கழிச்சு தான், நாளைக்கு தான் வைப்பாங்கன்னு நினைக்கிறேன். 2 நாள் கழிச்சு ஆச்சுன்னா நாளைக்கு தான் வைப்பாங்க. അപ്പൊ നീ പോവാതെ? போக மாட்டேன், உட்காந்துப்பேன். എനിക്ക് നോമ്പ് സാർ, ഞാൻ ഓടാൻ വരുന്നില്ല. பிடி மிஸ்டாதாம்மா சொல்லணும். എന്തായാലും നമുക്ക് ഇവർക്ക് ചോറൊക്കെ കൊടുക്കാം അല്ലെ. ഓക്കെ, എന്താ സെക്കൻഡ് ഓക്കെ. പിന്നെ ഒരു പറഞ്ഞ് മിയാസ്ക്ക് ഉണ്ടാവുള്ളൂ. മിയാസ്ക്ക് എത്ര തരുമോ? 3. ഓക്കെ, നീ നിറയെ സാപ്പിടുന്നു சொன்னாங்க. ஒயிட் ரைஸ். ஓகே வர மேஸ்க்கு என்ன குஸ்கா போட மாட்டேங்குது. தினைக்குமே குஸ்கா போட்டால் நல்லா இருக்குமே. பிரியாணி தான் யோசிக்கிறேன். பிரியாணி எங்களுக்கே கிடக்க மாட்டேங்குதுடா. பிரியாணி எப்போதான் போடும்? ബിരിയാണി എന്താ സംബന്ധിച്ച 11-ാം നോമ്പ്, 14-ാം നോമ്പ്, 17 ആ ഒരു സമയത്ത് പോലും തോന്നുന്നുണ്ട്. അതാ ഇതൊരു സ്പെഷ്യൽ കുഴമ്പ്. വെണ്ടക്ക പുളിക്കുഴമ്പ്. ഇതാ മിയാസ്ക്ക് ഇഷ്ടപ്പെടാത്തത്. അതവൾക്ക് ഇഷ്ടപ്പെട്ടത്, ഇത് മിയാസ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇത് നോക്കാം. അങ്ങനെ പോണു. ബിരിയാണി എന്നാ ബിരിയാണി വേണമാടാ? சாப்பாடு நிறைய வெண்டைக்காய் இருக்கு. வெண்டைக்காய் குழம்பு மட்டும் போதும். வெண்டைக்காய் சாப்பிட்டா இல்ல வளரும். என்னால வெண்டைக்காய் சாப்பிடும், ஆனா சாப்பிட மாட்டோம். ஏன் மூளை வளராதோ? கொடுங்க தட்டு. நல்லா சாப்பிட்டுங்க, அப்போதான் தாங்க பசி. சரியா? நேற்று மாதிரி கிடையாது. ஸ்கூல் போகணும். நேற்று நீங்கள் லேட்டாக தான் இருந்துச்சிங்க, அந்த மாதிரி கிடையாது. எனக்கு தெரியுமா? தெரியும்ல உனக்கு. பசித்தா இருந்தாலும் நான் பொறுத்துப்பேன். எந்த ஊற்றணும்? வெண்டைக்காய் குழம்பா? ரசம் ஊற்று. உனக்குடா? எனக்கு வெண்டைக்காய். ஆட்களுக்கு தண்ணி கணக்கு கொடுத்து வச்சுக்கணும்ல, ஒரு பாட்டில். சாப்பிட்டுட்டு ஜூஸൊക്കെ குடிச்சிட்டு போய் படுத்துக்கோங்க. இப்போதான் காலையில் ஸ்கூலுக்கு எழுந்திருக்க முடியும். உனக்கு என்னடி ஊற்றுறது? ரசம். ரசம் அப்படி என்ஜாய் பண்ணு. ரசம் சொன்னால் പോന്നാ നമ്മൾ ചോറൊക്കെ ഇവർക്ക് കൊടുക്കണം. നമ്മളെന്താ കഴിക്കാത്ത വെച്ചാൽ നമ്മൾ ഫുഡ് ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. എന്നും കഴിക്കുന്ന അടുത്തിട്ട് കുട്ടികൾക്ക് വേണമല്ലോ കൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ്. മിയാസണ്ടമാര് ബിരിയാണി എപ്പോൾ പോടും, ബിരിയാണി എപ്പോൾ തരും. നോമ്പായിട്ട് ഇതുവരെക്കും ഒരു ബിരിയാണി പോലും കിട്ടില്ല ഗൈസ്. അപ്പം എന്തായാലും ഇടുന്ന് തോന്നുന്നില്ല. അതിന് എന്തായാലും ഒരു സമയമുണ്ട്. ചിലപ്പോൾ 10-ാം നോമ്പിനാവാം. അങ്ങനെ ഓരോ നോമ്പ് കണക്കിനാണ് ബിരിയാണി ഇടുള്ളൂ. ഇതെല്ലാം കമ്മിറ്റിക്കാർ ചേർന്നാകുമ്പോൾ ആ ബിരിയാണി കഴിഞ്ഞ് ഉണ്ടാകാനാണ് ഇത് സെറ്റായാലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് അടിക്കണം, ഇവർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം. അതൊക്കെ തന്നെ നമ്മുടെ അത്താഴം അല്ലേ. നമ്മൾ പിന്നെ ചായ ഒന്നും കുടിക്കാറില്ല, അതുകൊണ്ട് നമുക്ക് ചായ ഒന്നും വേണ്ട. അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും വൈകുന്നേരം ഉണ്ടാക്കുന്ന പലഹാരം ഉണ്ടാവൂലേ, പലഹാരം. ആ ഒരു പലഹാരം നമുക്കില്ല. നമ്മൾ രാത്രി ഒരു കടയിൽ നിന്ന് ചപ്പാത്തി വാങ്ങിയിട്ടോ ആൾക്ക് ഓരോ അതുകൂടി നമുക്ക് കഴിക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ സംബന്ധങ്ങളൊന്നും ഇല്ല. അത് കാരണം ഞങ്ങൾ അധികം ഫ്രൂട്ട്സ് കഴിക്കല്. അതന്നെ നമുക്ക് താങ്ങും കുറച്ച് വെയിലിന്. ഓക്കെ, എന്റെ കുട്ടികളെ കായില്ലാത്തൊരു ഇറച്ചിക്കിരിക്കണമായിരിക്കുന്നു.
അപ്പോൾ ഇന്നും സനാമിയാസ് നോമ്പെടുത്തിട്ടുണ്ട്. അവർക്ക് ഇന്നലെ എടുത്തപ്പോൾ ഇന്നും എടുക്കാനൊരു പൂതി. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ സ്കൂൾക്കൊക്കെ ആദ്യമായിട്ടാണ് സ്കൂൾക്ക് നോമ്പ് എടുത്തിട്ട് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളത്തെ നോമ്പ്? നിയാസ്ക്ക് എന്ത് മുഖമൊന്നും ഇല്ലാത്ത ഇന്നലത്തെ മുഖമൊന്നും ഇല്ലല്ലോ. ഇന്നലെ എന്താ വെച്ചാൽ ഇന്നലെ സൺഡേ ആയതായിരുന്നു കൊണ്ട് നല്ല റെസ്റ്റ് എടുത്ത് ആ ക്ഷീണൊക്കെ മാറ്റി പതുക്കെ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത്താഴത്തിന് എണീറ്റ് ഉറങ്ങിയത് എപ്പടി 5-6 മണിക്ക്. പിന്നെ 7:30 എണീറ്റ് പോയി. പിന്നെ സ്കൂളിൽ എഴുതലും പിടിക്കലും അങ്ങനെ ആകുമ്പോൾ ഒരു റെസ്റ്റ് ഇല്ല. ഇവിടെ ആകുമ്പോൾ ഉച്ചക്ക് കടന്നുപോകുകയൊക്കെ ചെയ്യുക. അതാണ് ഈ സ്കൂൾക്ക് പോകുമ്പോൾ നോമ്പെടുക്കുമ്പോൾ ഉള്ളവർക്ക് ആ ഒരു ടയേർഡ്. ഇപ്പൊ ഇന്നലത്തെക്കാട്ടിലും ഇന്ന് മുഖം ഭയങ്കര ടയേർഡൊക്കെ കഴിക്കണു. അപ്പൊ ഞങ്ങളിപ്പോ വരാം. നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണ്ടേ കഴിക്കാൻ? എന്തൊക്കെ വേണം? സമൂസ മട്ടുമാ നമുക്കിടാ. ഇവ എന്താ പറഞ്ഞറിയോ? ഇന്ന് ഞാൻ എന്ത് തിന്നുണ്ടോ ഇല്ലയോ ഞാൻ നിറയെ തണ്ണി കുടിപ്പേ. ഇന്നലെ ഇതേ ഡയലോഗ് ആയിരുന്നു. എനിക്ക് 10 സമൂസ വാങ്ങിട്ട് പോവാ. എന്നിട്ട് എത്ര തിന്നും? അപ്പൊ ഓരോ എന്തായാലും കുറച്ചു നേരം കിടക്കട്ടെ. ഏകദേശം ഇനി ഒരു സമയം 5 മണിയായി. ഇനി ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ടല്ലേ. 1.5 മണിക്കൂർ കൂടി ഉള്ള സ്ഥലം. അപ്പൊ ഇതിനകത്ത് സമയം പോകും. ഓക്കെ, ഫോളോ മീ. 22 ഇന്ത്യ കൊണ്ടുപോയിട്ടാണ് ഡാൻസ് ശരി, എന്നാ അങ്ങനത്തെ നമുക്ക് എங்கே అంటే ஃப்ரிட்ஜில் இருக்காது. கேட்டு போகிறேன் அவங்கள்ட்ட. ஆச்சு சீஸ் இது வேணாம் வந்துடுவா. என்ன பண்ணுறாங்க? இல்லை, அதான் அவசரப்பட்டு சொல்லக்கூடாது. இருக்குல்ல, ஃப்ரெஞ்ச் ஃப்ரைஸ்லாம் இருக்குல்ல. ஒன்றும் பண்ண முடியாது. எவ்வளோன்னு பாரு. எவ்வளோ ஆகலாமா? ஆகலாமா? വാട്ടർമെലൺ കുക്കുംബർ വേണം. ഇതും ജ്യൂസ് അടിച്ച് കുടിക്കാം. சின்னதாக பார்த்துடு. டக்குன்னு டைம் ஆகுது. நேந்திரம்பழம் பாரு 60 ரூபாயா நேந்திரம்பழம். பனானா 45 கிலோ 45 வேணுமா? டைம்லாம் இல்லையா அதுக்கு? சும்மா 4 பழத்துக்கு தானே, நமக்கு சாப்பிடலாம். അര കിലോ 1 കിലോ 45. അപ്പം നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. നമുക്കിന്ന് കുറച്ച് നേരം വൈകി. അതുകൊണ്ട് വേഗം ഒരു പിസ്സ ചോദിച്ചതാണ്. നമുക്ക് പിസ്സ കിട്ടിയില്ല. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വേറെ, അത് നമ്മൾ വാങ്ങണത് വേറെ. ഇത് കണ്ടോ, ഒരു മഞ്ഞ കളർ. ഇതാ ഓരോന്നോരോ അത് സ്പെഷ്യൽ. மஞ்சள் கலர்ல இருக்கு. அது ஸ்பெஷல்டா. ஸ்பெஷல் கட் பண்ணா மஞ்சள் கலர்ல இருக்கு உள்ள. தெரியும், நான் பார்த்திருக்கேன். எங்க? அதுக்கு நம்ம ஜங்ஷன் சாப்பாடு வாங்கிட்டு போகலாம். மஞ்சள் கலர்ல வாட்டர் பண்ணுச்சு. இது மஞ்சள் கலர். இதெல்லாம் இது பேட்டர்.
ഗൈസ് വേണം. ക്രിസ്പി ആയിരിക്കും. അപ്പത്തിനത് വേകുമ്പത്തിനേ ബാക്കിയുള്ള ജ്യൂസ് വേണം. അത് ഇതൊക്കെ വേഗം ഉണ്ടാക്കാം. അത്ര ഓരോരോ ദിവസവും ഓരോരോ നേരം പോകും ഗൈസ്. ഇന്ന് നമുക്ക് നേരം നോക്കി കേരള കൊണ്ട് വെച്ചിട്ട് എത്രയില്ല 150 ഇതാണ്. എത്ര നിമിഷം 20 19 എക്സസൈസ് ഓടുതാ ഇല്ല പിന്നെ ഓടാത്ത് സട്ടാ. ഇത് മஞ்சല്ല, ഇത് കലந்து வருது. ഇതിന്റെ ഉള്ളിൽ റോസ് அப்படிதான் வரும். ഇല്ല, ഇതിന്റെ ഉള്ളിൽ മഞ്ഞ കളറിലുള്ള വരും. അപ്പൊ ഇത് കലർന്നിട്ടുള്ള കോസപ്പളാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും മഞ്ഞ, അതായത് റോസ് ഉള്ളില് சிவப்பு. ചതപ്പല്ല റോസ്. മഞ്ഞ കൊണ്ട് വാങ്ങിയതാണ് ഗൈസ്. നമുക്ക് ചതി പറ്റി. മഞ്ഞ കൊണ്ട് റോസ് ഇത് മഞ്ഞ കൊണ്ട് വാങ്ങിയതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതെന്തായാലും നമ്മുടെ ഫ്രൂട്ട്സ് ഇന്ന് ഇതൊക്കെ തന്നെയേ ഉള്ളൂ. നമ്മളിന്ന് കഞ്ഞിയൊന്നും വാങ്ങിയിട്ട് കഞ്ഞി ആരും കുടിക്കുന്നില്ല. വെറുതെ വേസ്റ്റ് ആക്കാൻ വാങ്ങിയിട്ട് വാങ്ങേണ്ട വട്ടാണ് വാങ്ങാതിരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണം കൊണ്ട് ലെമൺ ജ്യൂസ് അങ്ങനത്തെ ചെറിയ ചെറിയ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഒരു കേട്ട പിസ്സ എന്തായാലും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ 5ാമത്തെ നോമ്പും ഇന്നിങ്ങനെ ഓരോരോ ദിവസം നമുക്ക് നേരെ കൊണ്ടേയിരിക്കും ഓരോന്ന് ഉണ്ടാക്കാം. നമ്മൾ എത്ര നേരത്തെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 6 മണിയാവും അതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ് അസ്സലാമു അലൈക്കും. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളത്തെ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.